ഈ ബിഫാമിനെ കുറിച്ചിട്ടും ഫാം ഡിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഡൗട്ട്സുകൾ ഇപ്പോൾ ഉണ്ട്. എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുക, കീം വഴി മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കാറുണ്ട്. ആക്ച്വലി കീം വഴി മാത്രമല്ല അഡ്മിഷൻ ലഭിക്കുന്നത്. കീം വഴി ഇവിടുത്തെ ഗവൺമെൻറ് കോളേജിലേക്ക് ഫുൾ കീം വഴി തന്നെയാണ് അപേക്ഷ നൽകാൻ സാധിക്കുകയും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യുക. എന്നാൽ മാനേജ്മെൻറ്റിലേക്ക് പ്രത്യേകം ഒരു അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ചില കോളേജുകൾ ഡയറക്റ്റ് ആയിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ചിലത് ഒരു മാനേജ്മെൻറ്റ് ബി ഫാമിനും ഫാം ഡിക്കൊക്കെ വേണ്ടിയിട്ടൊരു മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്. അത്തരമൊരു അസോസിയേഷനാണ് കേരള സ്റ്റേറ്റ് സെൽഫ് ഫിനാൻസിങ് ഫാർമസി മാനേജ്മെൻറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത്, അഥവാ KSSPCMA എന്നുള്ളതാണ് അതിൻ്റെ ഷോർട്ട് ഫോം. വെബ്സൈറ്റിൻ്റെ പേരും KSSPCMA തന്നെയാണ്. ഇതുവഴി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. ഈ അപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ബി ഫാമിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. +2 സയൻസ് പഠിച്ചിട്ട് സ്റ്റുഡൻ്റ് ആയിരിക്കണം. ബയോളജി പഠിച്ചിട്ടില്ലെങ്കിലും മാത്തമാറ്റിക്സ് പഠിച്ച സ്റ്റുഡൻസിന് പോകാൻ സാധിക്കുന്നതാണ്. മീൻസ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പഠിച്ച സ്റ്റുഡൻസിന് പോകാൻ സാധിക്കുന്നതാണ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 4 വർഷമായിരിക്കും. അതേപോലെ മറ്റൊരു കോഴ്സാണ് ഫാം ഡി. ഇത് 6 വർഷമാണ്. ഡോക്ടർ ഇൻ ഫാർമസിയാണ്. ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ ഇതുവഴി കൊടുക്കാവുന്നതാണ്. മറ്റൊന്ന് ഡിപ്ലോമ ഇൻ ഫാർമസിയാണ്. 2 വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ്. ഇതും +2 സയൻസ് കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാവുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ ഫാർമസി. ഇനി ലാറ്ററൽ എൻട്രി വഴി അവർക്ക് ബി ഫാം പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാം ഡി പഠിക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതായത് ലാറ്ററൽ എൻട്രി വഴി ബി ഫാം പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഈ ഡി ഫാം കഴിഞ്ഞ ആളുകൾക്കാണ് ലാറ്ററൽ എൻട്രി എക്സാമിനേഷൻ വഴി എന്ത് ചെയ്യുക, ബി ഫാം പഠിക്കാൻ പറ്റുക. അതേപോലെ ഫാം ഡി പഠിക്കാൻ സാധിക്കുക ബി ഫാം കഴിഞ്ഞ ആളുകൾക്കാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ 15 ആണ്. അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 1000 റുപ്പീസാണ്. ഏകദേശം ഇതിൻ്റെ പ്രോസ്പെക്ടസ് പ്രകാരം 37 കോളേജുകളിലേക്ക് ഇതേപോലെ അപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ കോളേജുകളിലേക്കൊക്കെ അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിച്ചിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ലിങ്കും ഇതിൻ്റെ പ്രോസ്പെക്ട്സിൻ്റെ ലിങ്ക്സും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളറിയാത്ത സുഹൃത്തുക്കളിലേക്ക് ഈ വിവരം ഒന്ന് പാസ് ചെയ്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.